Hello dear students, welcome back to ISKC English. Okay dear students, നമ്മൾ ചെയ്യുന്നത് സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോമ്പൗണ്ട് സെന്റൻസിൽ നിന്നും സിമ്പിൾ സെന്റൻസ്, അതുപോലെ തന്നെ സിമ്പിൾ സെന്റൻസ് കോമ്പൗണ്ട് സെന്റൻസിലേക്കും മാറ്റാം. അപ്പോൾ നമ്മൾ അതിൻ്റെ രീതികൾ ഏതാനും എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാനും എക്സാമ്പിൾസ് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ സെന്റൻസിൽ നിന്നും കോംപ്ലക്സിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള സെന്റൻസസിലേക്കും ഉള്ള മാറ്റങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏതാനും എക്സാമ്പിൾസ്, ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാമ്പിൾസ് വെച്ചാണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് യു മസ്റ്റ് എക്സസൈസ് ഡെയിലി അതർവൈസ് യു വോണ്ട് സ്റ്റേ ഹെൽത്തി. അതായത് നീ നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ നീ ഹെൽത്തി ആവില്ല. അപ്പോൾ നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യണം എന്നാൽ മാത്രമേ ഹെൽത്തി ആവൂ. ഇവിടെ യു മസ്റ്റ് എക്സസൈസ് ഡെയിലി എന്നുള്ളത് ഒരു സെന്റൻസ്, യു വോണ്ട് സ്റ്റേ ഹെൽത്തി എന്നുള്ളത് രണ്ടാമത്തേത്. അതായത് രണ്ട് മെയിൻ ക്ലോസുകൾ ഉണ്ട് ഇവിടെ, രണ്ട് മെയിൻ ക്ലോസുകൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെന്റൻസ് എന്താണ്, കോമ്പൗണ്ട് ആണ്. ഇനി നമുക്കറിയാം, നമ്മൾ സിമ്പിളിലേക്ക് മാറ്റുമ്പോൾ ഒരു മെയിൻ ക്ലോസേ പറ്റുള്ളൂ. ഒരെണ്ണത്തെ നമ്മൾ വേർഡിലേക്കോ ഫ്രേസിലേക്കോ മാറ്റണം. അപ്പൊ നോക്കൂ, ഇതിന്റെ രീതി നോക്കട്ടോ, എങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതർവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെന്റൻസ് ഓറ് വരുന്ന പോലെയാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, അതർവൈസും ഓറൊക്കെ വരുമ്പോൾ നമ്മൾ ആ സെന്റൻസിൽ ടു ഇൻഫിനിറ്റീവ് ചേർക്കുക ചെയ്യാം. അതായത് 2+V1 നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ. യു മസ്റ്റ് എക്സസൈസ് ഡെയിലി ടു സ്റ്റേ ഹെൽത്തി. ആണോ, യു മസ്റ്റ് എക്സസൈസ് ഡെയിലി ടു സ്റ്റേ ഹെൽത്തി. ഹെൽത്തി ആയിരിക്കുന്നതിന് ഡെയിലി നീ എക്സസൈസ് ചെയ്യുക. ഇനി അടുത്ത സെന്റൻസ് ആണ് ഷീ ഈസ് എ പുവർ വുമൺ yet she helps other people in her village. ഇതിലും രണ്ട് സെന്റൻസ് വന്നു. അതായത് ഒന്ന് അവൾ പാവപ്പെട്ട സ്ത്രീയാണ്, മറ്റൊന്ന് അവളുടെ ഗ്രാമത്തിലെ മറ്റു സ്ത്രീകളെ, മറ്റുള്ളവരെ സഹായിക്കുന്നു. ഇവിടെ രണ്ട് വ്യത്യസ്തമായ സെന്റൻസാണ്. പാവപ്പെട്ടവളാണ് എന്നാലും. അപ്പൊ ഇവിടെ നമ്മൾ ഇത്തരമൊരു സെന്റൻസ് വരുമ്പോൾ ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ കോൺട്രാസ്റ്റ് എന്നാണ് പറയാം. ഈ സെന്റൻസിന്റെ ആശയം വെച്ചിട്ട് പാവപ്പെട്ടവളാണ് എന്നിട്ടും. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിക്കാൻ വേണ്ട സിമ്പിൾക്ക് മാറ്റുമ്പോൾ ഇൻസ്പൈറ്റ് ഓഫ് ഹെർ പോവർട്ടി നമ്മൾ ഫ്രേസ് ആക്കിയിട്ട് മാറ്റി. അതായത് അവൾക്ക് ദാരിദ്ര്യമുണ്ടെങ്കിലും ഷീ ഹെൽപ്സ് അതർ പീപ്പിൾ ഇൻ ഹെർ വില്ലേജ്. അടുത്ത സെന്റൻസ് ഹി മസ്റ്റ് വാക്ക് ഫാസ്റ്റ് ഓർ ഹി വിൽ നോട്ട് റീച്ച് ഓൺ ടൈം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതർവൈസ് അല്ലെങ്കിൽ ഓറൊക്കെ വരുമ്പോൾ ഇവിടെ രണ്ട് സെന്റൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, രണ്ടാമത്തെ ഭാഗം ടു ചേർത്തിട്ട് വെർബിന്റെ മുന്നിൽ ടു ചേർക്കുക രണ്ടാമത്തെ സെന്റൻസിലെ, ബാക്കി കട്ട് ചെയ്തിട്ട്. അപ്പൊ നോക്കൂ, ഹി മസ്റ്റ് വാക്ക് ഫാസ്റ്റ് ടു റീച്ച് ഓൺ ടൈം. ഒന്നാമത്തെ സെന്റൻസ് ഹി മസ്റ്റ് വാക്ക്, ഓര് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെന്റൻസ് ആണ് ഹി വിൽ നോട്ട് റീച്ച്. അതിൽ രണ്ടാമത്തെ സെന്റൻസിൽ എന്ത് ചെയ്യുക, വെർബിനെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് ഒഴിവാക്കുക, എന്നിട്ട് ടു ചേർക്കുക. ഹി മസ്റ്റ് വാക്ക് ഫസ്റ്റ് ടു റീച്ച് ഓൺ ടൈം. സമയത്തിന് എത്തുന്നതിന് വേണ്ടി അവൻ വേഗത്തിൽ നടക്കണം. അടുത്ത സെന്റൻസ് ഷീ വാസ് എ കെയർലെസ് ഗേൾ, ഒരു സെന്റൻസ്. therefore രണ്ടാമത്തെ സെന്റൻസ് ഷീ മെയ്ഡ് മെനി മിസ്റ്റേക്സ് ഇൻ ദ എക്സാമിനേഷൻ. ഇവിടെ രണ്ട് ക്ലോസ് വന്നു. ഒന്ന് അവളൊരു കെയർലെസ് ഗേൾ ആണ്, രണ്ടാമത്തേത് അവള് ഷീ മെയ്ഡ് മെനി മിസ്റ്റേക്സ് ഇൻ ദ എക്സാമിനേഷൻ. അത് രണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, ഒരു ഭാഗത്ത് അവ രണ്ടെണ്ണത്തിലെ ഒരു ഭാഗം നമ്മൾ ഫ്രേസിലേക്കോ വേർഡിലേക്കോ മാറ്റാം. ഇവിടെ ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ഭാഗമാണ് ഫ്രേസ് ആക്കിയത്. എങ്ങനെ, ബീയിങ് എ കെയർലെസ് ഗേൾ. ബീയിങ് എ കെയർലെസ് ഗേൾ, ഒരു കെയർലെസ് ഗേൾ ആയതുകൊണ്ട് അല്ലെ, therefore ഇല്ലേ, അതുകൊണ്ട്
അപ്പൊ ബീങ് എ കെയർലെസ് ഗേൾ ഷീ മെയ്ഡ് മെനി മിസ്റ്റേക്സ് ഇൻ ദ എക്സാമിനേഷൻ. അപ്പൊ ഇവിടെ ഒരു മെയിൻ ക്ലോസ് ഉള്ളൂ. അതേതാ? ഷീ മെയ്ഡ് മെനി മിസ്റ്റേക്സ് ഇൻ ദ എക്സാമിനേഷൻ. ആദ്യ ഭാഗത്ത് ഒരു ഫ്രേസും. അടുത്തത് നോട്ട് ഓൺലി മണി ബട്ട് ആൾസോ സം ഓർണമെന്റ്സ് വേർ റോബ്ഡ് ഫ്രം ദ ഹൗസ്. വീട്ടിൽ നിന്നും പണം മാത്രമല്ല, നോട്ട് ഓൺലി മണി, പണം മാത്രമല്ല, ബട്ട് ആൾസോ സം ഓർണമെന്റ്സ്, കുറച്ച് ആഭരണങ്ങൾ കൂടി എന്തായി? റോബ്ഡ്, കൊള്ളയടിക്കപ്പെട്ടു. അപ്പൊ നോട്ട് ഓൺലി ബട്ട് ആൾസോ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾക്ക് മാറ്റുമ്പോൾ ബിസൈഡ്സ് കേട്ടോ, മറക്കണ്ട. ബിസൈഡ്സ് മണി, പണം കൂടാതെ, പണത്തിനു പുറമെ, സം ഓർണമെന്റ്സ് വേർ റോബ്ഡ് ഫ്രം ദാറ്റ് ഹൗസ്, ആ വീട്ടിൽ നിന്നും കുറച്ച് ആഭരണങ്ങളും മോഷ്ടിക്കപ്പെട്ടു. അവിടെ ശ്രദ്ധിക്കുക, ബിസൈഡ്സ് വരുമ്പോൾ എന്താണ്? അത് സിമ്പിൾ സെന്റൻസ് ആണ്. നോട്ട് ഓൺലി ബട്ട് ആൾസോ വരുമ്പോഴോ അത് കോമ്പൗണ്ട് ആണ് കേട്ടോ. ഇനി സ്റ്റുഡൻസ് മസ്റ്റ് സ്റ്റഡി വെൽ ഓർ ദേ വിൽ നോട്ട് ഗെറ്റ് ഗുഡ് മാർക്സ്. വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ അവർക്ക് നല്ല മാർക്ക് ലഭിക്കൂല. ഇവിടെ ഓറുണ്ട്. ഓർ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, സിമ്പിൾ സെന്റൻസ് ആക്കുന്നതിന് വേണ്ടി അതിനുശേഷം വരുന്ന ഭാഗം കട്ട് ചെയ്ത് വെർബിന്റെ മുന്നേ ടു ചേർക്കുക. അപ്പൊ എങ്ങനെ ചെയ്യാം? സ്റ്റുഡൻസ് മസ്റ്റ് സ്റ്റഡി വെൽ. ഇനി ഓർ മുതലുള്ള ബാക്കി കട്ട് ചെയ്തിട്ട് ടു ഗെറ്റ് ഗുഡ് മാർക്സ് അത്ര മാത്രം എടുത്താൽ മതി. അതായത് സ്റ്റുഡൻസ് മസ്റ്റ് സ്റ്റഡി വെൽ ടു ഗെറ്റ് ഗുഡ് മാർക്സ്, നല്ല മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്തതായി നമ്മൾ പറയുന്നത് കൺവേർഷൻ ഓഫ് സിമ്പിൾ സെന്റൻസസ് ടു കോംപ്ലക്സ് സെന്റൻസസ്. ഇത് നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ സെന്റൻസുകളെ കോംപ്ലക്സിലേക്ക് മാറ്റാം, സിമ്പിളിനെ കോംപ്ലക്സിലേക്ക് കേട്ടോ. ഇനി നമ്മൾ അതാ ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നോക്കൂ, എ സിമ്പിൾ സെന്റൻസ് ഹാസ് ഓൺലി വൺ മെയിൻ ക്ലോസ്, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. എന്നാൽ എ കോംപ്ലക്സ് സെന്റൻസ് ഈസ് എ സെന്റൻസ് വിച്ച് ഹാസ് വൺ മെയിൻ ക്ലോസ്, വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസസ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതായത് സിമ്പിൾ സെന്റൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരേ ഒരു മെയിൻ ക്ലോസ്, എന്നാൽ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞാലോ ഒരു മെയിൻ ക്ലോസ് വേണം, ഒന്നോ അതിലധികമോ സബോർഡിനേറ്റും. അപ്പൊ ചുരുങ്ങിയത് വൺ മെയിൻ ക്ലോസ്, വൺ സബോർഡിനേറ്റ്. അതാണ് എന്ത്? കോംപ്ലക്സ്. അപ്പൊ ഇനി നമ്മൾ ഇതാണ് ചെയ്യുന്നത്. ഏത്? സിമ്പിളിനെ കോംപ്ലക്സിലേക്ക്. അപ്പൊ നോക്കൂ, ഫോർ കൺവേർട്ടിംഗ് സിമ്പിൾ സെന്റൻസസ് ടു കോംപ്ലക്സ്, ഒരു സിമ്പിളിനെ കോംപ്ലക്സിലേക്ക് മാറ്റുന്നതിന് we need to elaborate a word or phrase into subordinate clause. നമ്മൾ നേരത്തെ ചെയ്തത് കോമ്പൗണ്ടിക്ക് മാറ്റിയപ്പോൾ വേർഡിനെയോ ഫ്രേസിനെയോ മെയിൻ ക്ലോസിക്കാണ് മാറ്റിയത്. ഇവിടെ അങ്ങനെയല്ല വേണ്ടത്. അതായത് മെയിൻ ക്ലോസിന് പുറമെ വരുന്ന വേർഡിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? സബോർഡിനേറ്റ് ക്ലോസിലേക്ക്. ഏതിലേക്കാ? സബോർഡിനേറ്റ് ക്ലോസ്. ഇനി നമുക്ക് അതിനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാ നോക്കാം. കോംപ്ലക്സ് സെന്റൻസ് ക്യാൻ ബി ഫോംഡ് ബൈ, കോംപ്ലക്സ് സെന്റൻസ് നമുക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ സിമ്പിളിനെ നമുക്ക് കോംപ്ലക്സിലേക്ക് മാറ്റാം. ഒന്നാമത്തെ വഴി യൂസിങ് എ നൗൺ ക്ലോസ്. ഒന്നാമത്തെ വഴി അതാ, നൗൺ ക്ലോസിനെ യൂസ് ചെയ്യാം. എക്സാം, ഒരു ഉദാഹരണം പറയട്ടെ. ഹി അഡ്മിറ്റഡ്, അവൻ തുറന്നു സമ്മതിച്ചു. ഹിസ് ഇഗ്നോറൻസ്, അവന്റെ അറിവില്ലായ്മ, അവന്റെ അറിവില്ലായ്മ. ഹി അഡ്മിറ്റഡ് ഹിസ് ഇഗ്നോറൻസ്. ഇത് ഏത് ടൈപ്പ് സെന്റൻസാ? യാതൊരു സംശയവുമില്ല, ഇത് സിമ്പിൾ സെന്റൻസാ. ഹി എന്നുള്ളത് സബ്ജക്റ്റ്, അഡ്മിറ്റഡ് വെർബ്, ഹിസ് ഇഗ്നോറൻസ് ഒബ്ജക്റ്റ്. അപ്പോ ഇവിടെ ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും, അതായത് ഒരു മെയിൻ ക്ലോസ്, ഒരു മെയിൻ ക്ലോസ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സബോർഡിനേറ്റ് കൂടി നമ്മൾ ഇതിൽ ഒപ്പിക്കണം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു സബോർഡിനേറ്റ്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വേർഡിനെ അല്ലെങ്കിൽ ഒരു ഫ്രേസിനെ സബോർഡിനേറ്റ് ക്ലോസ് ആക്കണം. എങ്ങനെ? നൗൺ ക്ലോസ് ആക്കിയാൽ മതി. നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കൂ കേട്ടോ. അതായത് ഇവിടെ ഹി അഡ്മിറ്റഡ്, അത് മെയിൻ ക്ലോസ് ആണ്.
അതെന്താണ്? മെയിൻ ക്ലോസ് ആണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഹിസ് ഇഗ്നോറൻസ് എന്നില്ലേ, അതിനെ നമ്മൾ ഒരു നൗൺ ക്ലോസ് ആക്കി മാറ്റണം. ഒരു ക്ലോസ് ആക്കിയിട്ട് മാറ്റണം. അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആക്കിയിട്ട്. നോക്കി നോക്കി എങ്ങനെയാണ്? ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് ഇഗ്നോറൻറ്റ്. ദാറ്റ് ഹി വാസ് ഇഗ്നോറൻറ്റ് അതെന്താണ്? സബോർഡിനേറ്റ് ക്ലോസ് ആണത്. ഹി അഡ്മിറ്റഡ് ദാറ്റ്, അതായത് ഈ ദാറ്റ് ഹി വാസ് ഇഗ്നോറൻറ്റ് അത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ നിൽക്കുള്ളൂ കേട്ടോ. അതായത് നോക്കൂ ഇവിടെ ഹി അഡ്മിറ്റഡ്, അയാൾ തുറന്ന് സമ്മതിച്ചു. ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് ഇഗ്നോറൻറ്റ്, നമുക്ക് അവിടെ നിർത്താൻ പറ്റില്ല. ദാറ്റ് അവിടെ നിർത്താൻ പറ്റുമോ? നിർത്താൻ പറ്റില്ല. ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് ഇഗ്നോറൻറ്റ്. അവ ഇവിടെ ഒരു മെയിൻ ക്ലോസും ഉണ്ട്, അതുപോലെ തന്നെ അടുത്തത് എന്താണ്? ദാറ്റ് ഹി വാസ് ഇഗ്നോറൻറ്റ്, സബോർഡിനേറ്റ് ക്ലോസ്. മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും. ഇനി അടുത്തത് നോക്കൂ. ദ കിങ് ഓർഡേർഡ് ടു ഹാങ് ദ ട്രൈറ്റർ. ട്രൈറ്ററെ, രാജ്യദ്രോഹിയെ തൂക്കിക്കൊല്ലാൻ രാജാവ് ഉത്തരവിട്ടു. ഇവിടെയും ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും. ഇവിടെ നമ്മൾ ക്ലോസ് ആക്കി മാറ്റണം. സബോർഡിനേറ്റ് ക്ലോസ് ആക്കിയിട്ട് ദാറ്റ് ചേർത്തിട്ട്. ദ കിങ് ഓർഡേർഡ് ദാറ്റ് എന്താണ്? ദാറ്റ് ദ ട്രൈറ്റർ ഷുഡ് ബി ഹാങ്ഡ്. കണ്ടോ ഇവിടെ എങ്ങനെയാ പറഞ്ഞത്? ദ കിങ് ഓർഡേർഡ് ടു ഹാങ്. കണ്ടോ ആ ടു ഹാങ് എന്നുള്ള ടു ഇൻഫിനിറ്റീവ് ചേർത്ത് നമ്മൾ സിമ്പിൾ ആക്കിയല്ലേ. അതിന് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യുക? ക്ലോസ് ആക്കി മാറ്റുക. അതിന് നമ്മൾ അവിടെ എന്ത് ചെയ്യുക? ദാറ്റ് ചേർത്തിട്ട് അത് കഴിഞ്ഞു വരുന്ന ഭാഗത്ത് സബ്ജക്റ്റും വെർബും ആഡ് ചെയ്യുക. അതാണ് ഏത്? ട്രൈറ്റർ ഷുഡ് ബി ഹാങ്ഡ്. ട്രൈറ്റർ ഷുഡ് ബി ഹാങ്ഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് യൂസിങ് ആൻ അഡ്ജക്റ്റീവ് ക്ലോസ് എന്നുള്ളതാണ്. അഡ്ജക്റ്റീവ് ക്ലോസ്. അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേറ്റീവ് പ്രോനൗൺ ചേർത്തിട്ട് നമ്മൾ അതിലെ നൗണിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക? നമ്മൾ മോഡിഫൈ ചെയ്യുക റിലേറ്റീവ് പ്രോനൗൺ ചേർത്തിട്ട്. ഫോർ എക്സാമ്പിൾ നോക്കൂ. ഷാജഹാൻ ബിൽട്ട് ദിസ് മോണുമെന്റ്. ഈ സ്മാരകം നിർമ്മിച്ചത് ഷാജഹാനാണ്. ഇനി അത് എങ്ങനെയാണ് ആ സെന്റൻസ്? അതിനൊരൊറ്റ മെയിൻ ക്ലോസ് ഉള്ളൂ, പക്ഷെ സബോർഡിനേറ്റിനെ എങ്ങനെ കൊണ്ടുവരുന്നു നോക്കിക്കോളൂ. ദിസ് ഈസ് ദ മോണുമെന്റ്, ഇതാണ് സ്മാരകം. ദിസ് ഈസ് ദ മോണുമെന്റ്. ഇനി മോണുമെന്റിനെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ദിസ് ഈസ് ദ മോണുമെന്റ് വിച്ച്, അതാണ് റിലേറ്റീവ് പ്രോനൗൺ. ആ വിച്ച് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യാണ്? നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യാണ്. നമ്മൾ ആ സെന്റൻസിനെ കുറച്ച് വലുതാക്കുക. നോക്കൂ. ദിസ് ഈസ് ദ മോണുമെന്റ് വിച്ച് വാസ് ബിൽട്ട് ബൈ ഷാജഹാൻ. വിച്ച് വാസ് ബിൽട്ട് ബൈ ഷാജഹാൻ. കണ്ടോ അവിടെ വിച്ച് വാസ് ബിൽട്ട്, ആ മോണുമെന്റ് എന്നുള്ളതിനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക. അതിനു വേണ്ടി നമ്മളൊരു റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്തു. ദാറ്റ് ഈസ് ഏത്? ദാറ്റ് എന്നുള്ളത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കൂ. വി മെറ്റ് ആൻ ഇല്ലിറ്ററേറ്റ് മാൻ. നിരക്ഷരനായ ഒരു മനുഷ്യനെ കണ്ടു. ഇവിടെ മാൻ എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? അങ്ങോട്ട് മോഡിഫൈ ചെയ്യാം. അപ്പൊ എങ്ങനെ വരിക? വി മെറ്റ് എ മാൻ, ഞങ്ങളൊരു മനുഷ്യനെ കണ്ടു. ഹൂ, അയാൾ. ഹൂ വാസ് ഇല്ലിറ്ററേറ്റ്, അയാൾ നിരക്ഷരനായിരുന്നു. ഇവിടെ നമ്മൾ ഹൂ ചേർക്കാനുള്ള കാരണം എന്താ? കഴിഞ്ഞ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ മോണുമെന്റ് ആയിരുന്നു, അത് ജീവനില്ലാത്ത വസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വിച്ച് കൊടുത്തത്. ഇവിടെ മാൻ ആണ്, ജീവനുള്ളതാണ്. സോ റിലേറ്റീവ് പ്രോനൗൺ ഏത് കൊടുത്തു? ഹൂ കൊടുത്തു കേട്ടോ. എന്നിട്ട് ആ സെന്റൻസിന് നമ്മൾ എന്ത് ചെയ്തു? മോഡിഫൈ ചെയ്തു. സോറി, ആ സെന്റൻസിലെ നാമത്തെ, ഏതാ നാമം? മാൻ എന്നുള്ളത്. ഇതാണ് അഡ്ജക്റ്റീവ് ക്ലോസ് യൂസ് ചെയ്തിട്ട് സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാക്കുക. അടുത്തത് ആഡ്വർബ് ക്ലോസ് ആണ്. ആഡ്വർബ്, അതായത് ആഡ്വർബ് ക്ലോസിൽ നമ്മൾ എന്ത് ചെയ്യണം? നോക്കൂ, ഒരു എക്സാമ്പിൾ നോക്കട്ടോ. ജോയിങ് ആൻ ഏവിയേഷൻ കോഴ്സ് ടു ബിക്കം എ പൈലറ്റ്. ഒരു പൈലറ്റ് ആവുന്നതിന് ഏവിയേഷൻ കോഴ്സിന് ചേരുക. അത് എങ്ങനെയാണ് ആഡ്വർബ് ക്ലോസ് ഉണ്ടാക്കുന്നത് നോക്കൂ കേട്ടോ. അതായത് ഒന്നാമത്തേത് ഇപ്പൊ എന്താ പറയുന്നത്? അതായത് പൈലറ്റ് ആകുന്നതിന് ഏവിയേഷൻ കോഴ്സിന് ചേരുക അല്ലേ? ആ സെന്റൻസ് നോക്കൂ. ഇഫ് യു വാണ്ട് ടു ബിക്കം എ പൈലറ്റ്, തനിക്കൊരു പൈലറ്റ് ആവണമെങ്കിൽ ജോയിൻ ആൻ ഏവിയേഷൻ കോഴ്സ്.
ഇവിടെ ഈഫ് വെച്ചാ വന്നില്ലേ, അതാണ് ഇവിടെ എന്ത് അഡ്വേർബിയൽ ക്ലോസ്. അഡ്വേർബിയൽ ക്ലോസ് ഓഫ് കണ്ടീഷൻ എന്നാ പറയാം ഈഫ് വരുന്നതിന്. പൈലറ്റ് ആവണമെങ്കിൽ അതാണ് കണ്ടീഷൻ, അഡ്വേർബിയൽ ക്ലോസ് ഓഫ് കണ്ടീഷൻ. തനിക്കൊരു പൈലറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യുക, ഏവിയേഷൻ കോഴ്സിൽ ചേരുക. ഞാൻ അടുത്തത് നോക്കൂ, സിമ്പിൾ ആണ് കേട്ടോ, സിമ്പിൾ സെന്റൻസ്. എന്താ പറയുന്നത്, ഡെസ്പൈറ്റ് ബീയിങ് ആൻ എമിനന്റ് ഓഫീസർ. അവിടെ ഡെസ്പൈറ്റ് ബീയിങ് ആൻ എമിനന്റ് ഓഫീസർ എന്നുള്ളത് ഫ്രേസ് ആണ്. അതിനുശേഷം ഷീ ഈസ് ക്രിട്ടിസൈസ്ഡ് ബൈ ദ മീഡിയ, അത് ക്ലോസ്. അപ്പോൾ ഒരു ക്ലോസും ഒരു ഫ്രേസും സിമ്പിൾ സെന്റൻസ്. ആ ഫ്രേസിനെ നമ്മൾ എന്താക്കി മാറ്റണം, സബോർഡിനേറ്റ് ക്ലോസ് ആക്കണം. അതായത് അവളൊരു ഉന്നത ഓഫീസർ ആണെങ്കിലും ഒരു എമിനന്റ് ഓഫീസർ ആണെങ്കിലും മീഡിയ അവളെ വിമർശിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഫ്രേസിനെ സബോർഡിനേറ്റ് ക്ലോസ് ആക്കുക. എന്താ ചെയ്തത്, ഡെസ്പൈറ്റ് അല്ലെ ആണെങ്കിലും, അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, ഓൾദോ ചേർത്തു അവിടെ, ഓൾദോ. എന്നിട്ട് നമ്മൾ അത് ഓൾദോ ചേർത്തിട്ട് അവിടെ നമ്മൾ ക്ലോസ് ആക്കി, അഡ്വേർബിയൽ ക്ലോസ്. എങ്ങനെ, ഓൾദോ ഷീ ഈസ് ആൻ എമിനന്റ് ഓഫീസർ. അവിടെ ഷീ ഈസ് ആൻ എമിനന്റ് ഓഫീസർ, സബ്ജക്റ്റും വെർബും അതുപോലെ തന്നെ ഒരു കോംപ്ലിമെന്റ് ഒക്കെ കൊടുത്തു. ഓൾദോ ഷീ ഈസ് ആൻ എമിനന്റ് ഓഫീസർ, അവളൊരു എമിനന്റ് ഓഫീസർ ആണെങ്കിലും, അപ്പൊ അത് ക്ലോസ് ആണ്. എന്ത് ക്ലോസ്, അതായത് അഡ്വേർബിയൽ ക്ലോസ് ആണ്. അവിടെ വന്ന കൺജങ്ഷൻ ആണ് ഓൾദോ എന്നുള്ളത്. ഓഫീസർ ആണെങ്കിലും ഷീ ഈസ് ക്രിട്ടിസൈസ്ഡ് ബൈ ദ മീഡിയ. ഇനി അടുത്തത് നോക്കൂ, അപ്പൊ അതവിടെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്തൊക്കെയാ നമ്മൾ കണ്ടത്, അതായത് നൗൺ ക്ലോസ്, അഡ്ജക്റ്റീവ് ക്ലോസ്, അതുപോലെ തന്നെ ആഡ്വേർബ് ക്ലോസ്. ഇവയ്ക്ക് എന്താണ്, ആർ 3 kinds ഓഫ് സബോർഡിനേറ്റ് ക്ലോസസ്. ഇവയ്ക്ക് സബോർഡിനേറ്റ് ക്ലോസുകളാണ്. കാരണം ഈ 3 സംഭവം തന്നെ നമ്മൾ അവിടെ ഉപയോഗിച്ചത്, നൗൺ ക്ലോസ്, അതുപോലെ തന്നെ അഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വേർബ് ക്ലോസ്. അതായത് ഒന്ന് നൗൺ ക്ലോസ്, അതായത് അതിനൊരു എക്സാമ്പിൾ പറയാണ് നൗൺ ക്ലോസ്. എന്താ പറയുന്നത്, നൗൺ ക്ലോസ് എന്ന് പറഞ്ഞാൽ ദ മെയിൻ ക്ലോസ് വിച്ച് ആൻസ് ലൈക്ക് എ നൗൺ. എക്സാമ്പിൾ നോക്കൂ, വാട്ട് ഷീ സെഡ് വാസ് നോട്ട് ദ ട്രൂത്ത്. അതായത് ഇതിലെ പ്രധാന ക്ലോസ് ഒരു നൗണിനെ പോലെ പ്രവർത്തിക്കുന്നു. വാട്ട് ഷീ സെഡ്, അവൾ പറഞ്ഞത് എന്താണോ അത്, ഒരു നൗണ് പോലെ, അത് വാസ് നോട്ട് ദ ട്രൂത്ത്. അപ്പൊ ഇവിടെ വാട്ട് ഷീ സെഡ് എന്നുള്ളതാണ് ഇവിടുത്തെ എന്ത് പ്രധാന ക്ലോസ്, വാട്ട് ഷീ സെഡ്. കാരണം അവിടെ വാട്ട് ഷീ സെഡ് ഈ 3 വാക്കുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായത്, ഒരു ക്ലോസ്, വാട്ട് ഷീ സെഡ്. അപ്പൊ ഇവിടെ എന്താ, സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് എന്ത് വന്നിട്ടുള്ളത്, നൗൺ ക്ലോസ് വന്നിട്ടുള്ളത്, അതായത് വാട്ട് ഷീ സെഡ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ മെയിൻ ക്ലോസ് ആക്ട് ലൈക്ക് എ നൗൺ, സബ്ജക്റ്റ് ആയിട്ട് നൗൺ അല്ലേ വരിക. അപ്പൊ ഇവിടെ ഒരു നൗണിനെ പോലെ ആക്ട് ചെയ്യുന്നു. വാട്ട് ഷീ സെഡ്, അവൾ പറഞ്ഞത് എന്താണോ അത്, വാസ് നോട്ട് ദ ട്രൂത്ത്. ഇനി അഡ്ജക്റ്റീവ് ക്ലോസ്, അത് എന്തിനാ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. അതായത് അഡ്ജക്റ്റീവ് ക്ലോസ് ക്വാളിഫൈസ് എ നൗൺ പ്രോനൗൺ ഇൻ ദ മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസിൽ വന്ന നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യാം. നമ്മൾ നേരത്തെ കാണിച്ചെന്നില്ലേ റിലേറ്റീവ് പ്രോനൗൺ ഒക്കെ ഉപയോഗിച്ചിട്ട്. എക്സാമ്പിൾ നോക്കൂ, ദിസ് ഈസ് ദ കാർ എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. ആ ഒരു മെയിൻ ക്ലോസിനകത്ത് വരുന്ന നൗൺ എന്ന് പറയുന്നത് കാറാണ്. ആ കാറിനെ മോഡിഫൈ ചെയ്യാം. എങ്ങനെ മോഡിഫൈ ചെയ്യാം, ദിസ് ഈസ് ദ കാർ which I wish to buy. This is the car which I wish to buy. ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാറാണ് ഇത്. ആ കാറ് എന്നുള്ളതാണ് നൗണ്. ആ നൗണിനെ മോഡിഫൈ ചെയ്തു. ഏതെങ്കിലും കാറല്ല, ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാർ അല്ലെ. ദിസ് ഈസ് ദ കാർ, ഇതാണ് ആ കാറ്, മോഡിഫൈ ചെയ്തു. ഏത് കാറ്, which I wish to buy, ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാറ്. അപ്പൊ ഇത്തരത്തിൽ ഇവിടെ കാർ എന്ന് പറയുന്ന നൗണിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് ഇത്, വിച്ച് ഉപയോഗിക്കാനുള്ള കാരണം കാറ് നോൺ ലിവിങ് ആയ വസ്തു ആയതുകൊണ്ട്. ഇനി അഡ്വേർബ് ക്ലോസ് മോഡിഫൈസ് എ വെർബ്, an adjective or an adverb in the main clause. മെയിൻ ക്ലോസിൽ വരുന്ന
വെർബിനെയോ അഡ്ജക്റ്റീവിനെയോ ആഡ്വർബിനെയോ മോഡിഫൈ ചെയ്യുന്നതാണ് എന്ത്? അഡ്വർബ് ക്ലോസ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് ഹാപ്പി ബിക്കോസ് ഷീ ഗോട്ട് എ ഗിഫ്റ്റ് ഫ്രം ഹർ ഫ്രണ്ട്. ഷീ ഈസ് ഹാപ്പി, അവൾ ഹാപ്പിയാണ്. അപ്പോൾ അവിടെ ഹാപ്പി, ആ ഹാപ്പി എന്നുള്ളതിനെ മോഡിഫൈ ചെയ്യാൻ. എന്തുകൊണ്ട് ഹാപ്പിയാണ്? ബിക്കോസ്, കാരണം അതാണ് എന്ത്? ആഡ്വർബ് ക്ലോസ് ഓഫ് റീസൺ ആണത്. കാരണം ഹാപ്പിയാണ്, എന്തുകൊണ്ട് ഹാപ്പി? അപ്പൊ ഹാപ്പി എന്നുള്ളതിനെ മോഡിഫൈ ചെയ്യാണ്. കാരണം ബിക്കോസ് ഷീ ഗോട്ട് എ ഗിഫ്റ്റ് ഫ്രം ഹർ ഫ്രണ്ട്, അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് നിന്നും അവൾക്കൊരു ഗിഫ്റ്റ് കിട്ടി. നോക്കൂ, ഇനി കുറെ എക്സാമ്പിൾസ് ആണ് കേട്ടോ ഇത്തരത്തിൽ ചെയ്യുന്നത്. അപ്പൊ ആ എക്സാമ്പിൾസ് ഒക്കെ ഞാനൊന്ന് വായിച്ചു പറയാം കേട്ടോ. അതായത് ഒക്കെ എന്താണ്? സിമ്പിൾ സെന്റൻസിനെ കോംപ്ലക്സിലേക്ക് മാറ്റാം. ശ്രദ്ധിച്ചോളൂ കേട്ടോ. He was too poor to take his sons to a hospital. സിമ്പിൾ സെന്റൻസ് ആണ്. അപ്പൊ അത്രയും ശ്രദ്ധിക്കുക. ടു വരുന്നത് എന്താണ്? സിമ്പിൾ സെന്റൻസ് ആണ്. അതായത് he was too poor to take his sons to a hospital. ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ കഴിയാത്ത വിധം അയാൾ പാവപ്പെട്ടവനായിരുന്നു. തൻ്റെ മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാൻ കഴിയാത്ത വിധം, അല്ലേ? അപ്പൊ നമ്മൾ ഈ സെന്റൻസിനെ കോംപ്ലക്സിക്ക് മാറ്റുമ്പോൾ രണ്ടായി മുറിക്കണം. അവനൊരു പാവപ്പെട്ടവനായിരുന്നു, അതുകൊണ്ട് മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല, ഇങ്ങനെ പറയണം. ഹി വാസ് സോ പുവർ, അവൻ വളരെ പാവപ്പെട്ടവനായിരുന്നു. ദാറ്റ് ഹി കുഡ് നോട്ട് ടേക്ക് ഹിസ് സൺ ടു ഹോസ്പിറ്റൽ, അതുകൊണ്ട് മകനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇവിടെ ഹി വാസ് സോ പുവർ എന്നുള്ളത് മെയിൻ ക്ലോസ്, that he could not take his son to hospital subordinate clause. രണ്ടും കൂടി വന്നത് കൊണ്ട് കോംപ്ലക്സ്. ഇനി അടുത്തത് he bought a car from his friend. സിമ്പിൾ സെന്റൻസ് ആണ്. ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നും കാർ വാങ്ങി. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് സെന്റൻസ് ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കേണ്ടത്? അവനൊരു കാർ വാങ്ങി, അത് അവന്റെ ഫ്രണ്ടിൻ്റെതായിരുന്നു. അപ്പൊ രണ്ട് സെന്റൻസ് കിട്ടിയില്ല, രണ്ട് ക്ലോസ് കിട്ടിയില്ലേ? അപ്പൊ എങ്ങനെ പറയാ? ഹി ബോട്ട് എ കാർ, അത് മെയിൻ ക്ലോസ് ആണ്. ഈ സബോർഡിനേറ്റ് ഉണ്ടാക്കണം. വിച്ച് ബിലോങ്ഡ് ടു ഹിസ് ഫ്രണ്ട്, അത് ഫ്രണ്ടിൻ്റെതായിരുന്നു. അപ്പൊ ഇവിടെ ആ കാറിനെ എന്ത് ചെയ്തു? മോഡിഫൈ ചെയ്തു. കാറിനെ എന്തുപയോഗിച്ചിട്ട്? വിച്ച് ഉപയോഗിച്ചിട്ട് മോഡിഫൈ ചെയ്തു, അല്ലേ? അഡ്ജക്റ്റീവ് ക്ലോസ് വിച്ച് ഉപയോഗിച്ചിട്ട് മോഡിഫൈ ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ അടുത്തത് റോണി ഈസ് എ മാൻ ഓഫ് സിൻസിയറിറ്റി. നിഷ്കളങ്കതയുള്ള മനുഷ്യനാണ് റോണി. റോണി ഈസ് എ മാൻ ഓഫ് സിൻസിയറിറ്റി. അപ്പൊ നമുക്ക് ഇതും എന്ത് ചെയ്യണം? രണ്ടെണ്ണം ഉണ്ടാക്കണം, രണ്ട് സെന്റൻസ് ആക്കണം. ഒന്ന് നമ്മൾ പറയണം റോണി ഒരു പുരുഷനാണ്, അവൻ നിഷ്കളങ്കനാണ്. അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കണം. എങ്ങനെ ഉണ്ടാക്കുക? ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാൻ എന്നുള്ളതിനെ നമ്മളിവിടെ റോണി എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണം. എങ്ങനെയൊക്കെ? റോണി ഈസ് എ മാൻ ഹു ഈസ് വെരി സിൻസിയർ. റോണി ഈസ് എ മാൻ, റോണി ഒരു മനുഷ്യനാണ്. ഹു ഈസ് വെരി സിൻസിയർ, അയാൾ വളരെ നിഷ്കളങ്കനാണ്. അപ്പൊ ഇവിടെ ഹു ഈസ് വെരി സിൻസിയർ എന്നുള്ളത് എന്താണ്? സബോർഡിനേറ്റ് ആണ്. റോണി ഈസ് എ മാൻ എന്നുള്ളതോ മെയിൻ ക്ലോസ് ആണ്. രണ്ടും പാടെ ചേർന്നപ്പോൾ കോംപ്ലക്സ് ആയി. ഇനി അടുത്തത് ഓൺ സീയിങ് ദ ക്ലൗൺ ദ ലിറ്റിൽ ബോയ് ബിഗാൻ ടു ലാഫ്. അതായത് കോമാളിയെ കണ്ടപ്പോ കൊച്ചുകുട്ടി ചിരിക്കാൻ തുടങ്ങി. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയേണ്ടത്? കുട്ടി കോമാളിയെ കണ്ടു എന്നും പറയണം, അപ്പൊ കുട്ടി ചിരിക്കാൻ തുടങ്ങി. കുട്ടി കോമാളിയെ കണ്ടു, കുട്ടി ചിരിച്ചു. ഇത് രണ്ട് സെന്റൻസ് ആയിട്ട് ആൻഡ് ഇട്ട് കൂട്ടി ചേർത്താൽ കോമ്പൗണ്ട് ആവും. അപ്പൊ കുട്ടി കോമാളിയെ കണ്ടു ഉടനെ. അപ്പൊ അവിടെ നമ്മൾ സബോർഡിനേറ്റ് കൺജങ്ഷൻ കൊടുത്തിട്ട് സബോർഡിനേറ്റ് ക്ലോസ് ആക്കണം. ഒന്ന് നോക്കി നോക്കി എങ്ങനെയാ? ദ ലിറ്റിൽ ബോയ് ബിഗാൻ ടു ലാഫ്. കൊച്ചുകുട്ടി ചിരിക്കാൻ തുടങ്ങി. എപ്പോ? ആസ് സൂൺ ആസ് ഹി സോ ദ ക്ലൗഡ്. ക്ലൗഡിനെ കണ്ടപ്പോൾ. ഇവിടെ നമുക്ക് ആസ് സൂൺ ആസിന് പകരമാണ് വെന്നു കൊടുക്കാം, വെന്ന്, അല്ലെങ്കിൽ ആസ് ഒക്കെ കൊടുക്കാം, അപ്പോൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ആ അപ്പോൾ എന്ന് വരുന്നത് ആസ് സൂൺ ആസ് ഹി സോ ദ ക്ലൗഡ്, അതെന്താണ്? സബോർഡിനേറ്റ് ആണ്. ഇപ്പുറത്ത് കിടക്കുന്നത് മെയിൻ ക്ലോസും. രണ്ടും പാടെ ചേർന്നപ്പോൾ കോംപ്ലക്സ് ആയി. ഇനി അടുത്ത സിമ്പിൾ സെന്റൻസ് നോക്കൂ. ഡെസ്പൈറ്റ് ഹിസ് ഇഞ്ചുറി ദ റെസ്ലർ പെർഫോംഡ് വെൽ. ഡെസ്പൈറ്റ് ഹിസ് ഇഞ്ചുറി, അത് ഫ്രേസ് ആണ്. ഇഞ്ചുറി ഉണ്ടെങ്കിലും അയാൾ നന്നായിട്ട് പെർഫോം ചെയ്തു. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയണം,
റെസ്ലർ ഇഞ്ചേർഡ് ആയിരുന്നു എന്നിട്ടും നന്നായി പെർഫോം ചെയ്തു, അങ്ങനെ പറയണം. അങ്ങനെ ആണെങ്കിലും കേട്ടോ. അപ്പൊ എങ്ങനെ വരിക? ഈവൻ ദോ ദ റെസ്ലർ വാസ് ഇഞ്ചേർഡ്, ഈവൻ ദോ ദ റെസ്ലർ വാസ് ഇഞ്ചേർഡ്. അപ്പൊ എന്തായി? സബോർഡിനേറ്റ് ക്ലോസ് ആയി. റെസ്ലർ ഇഞ്ചേർഡ് ആണെങ്കിലും, ഈവൻ ദോ, ഇനി വേണമെങ്കിൽ വെറും ദോ വെച്ചിട്ടും പറയാം കേട്ടോ. ഈവൻ ദോ ദ റെസ്ലർ വാസ് ഇഞ്ചേർഡ് ഹി പെർഫോംഡ് വെൽ, മെയിൻ ക്ലോസ്. ഇനി ദിസ് ഈസ് ദ പാത്ത് വേ ലീഡിങ് ടു ദ പാർക്ക്. ഇതാണ് പാർക്കിലേക്കുള്ള വഴി. ഒറ്റ സെന്റൻസ് ആണ്. ഇതാണ് പാർക്കിലേക്കുള്ള വഴി. ഇത് നമ്മൾ രണ്ടാക്കണം, ഒരു സബോർഡിനേറ്റത്തിൽ കൊണ്ടുവരണം. എങ്ങനെ ഉണ്ടാക്കാം? ദിസ് ഈസ് ദ പാത്ത് വേ, ഇതാണ് വഴി. ദാറ്റ് ലീഡ്സ് ടു ദ പാർക്ക്, ഈ വഴി എങ്ങോട്ട് പോകും? ലീഡ്സ് ടു ദ പാർക്ക്, പാർക്കിലേക്ക്. കണ്ടോ? അവിടെ എന്ത് ചെയ്തു? പാത്ത് വേ എന്നുള്ളതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ദാറ്റ് ഉപയോഗിച്ചു, റിലേറ്റീവ് പ്രോനൗൺ. അങ്ങനെ കോംപ്ലക്സ് ആയി. ഇനി അടുത്തത്, ദ മാനേജർ ഓഫ് ദ കമ്പനി അപ്രൂവ്ഡ് മൈ റെക്കമെൻഡേഷൻസ്. എൻ്റെ റെക്കമെൻഡേഷൻസ് കമ്പനിയുടെ മാനേജർ അപ്രൂവ് ചെയ്തു. അപ്പൊ ഇവിടെ രണ്ടെണ്ണം ഉണ്ടാക്കണം. എങ്ങനെ പറയണം? ദ മാനേജർ ഓഫ് കമ്പനി അപ്രൂവ്ഡ് ഓഫ്. കമ്പനിയുടെ മാനേജർ എന്ത് ചെയ്തു? അപ്രൂവ് ചെയ്തു. എന്ത്? ഓഫ് വാട്ട് ഐ റെക്കമെൻഡഡ്. ഇവിടെ വെറും ഓഫ് മൈ റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? അതൊരു ഫ്രേസ് ആണ്. എന്നാൽ വാട്ട് ഐ റെക്കമെൻഡഡോ ക്ലോസ് ആണ്, സബോർഡിനേറ്റ് ക്ലോസ് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? വാട്ട് ഐ റെക്കമെൻഡഡ്, ഞാൻ റെക്കമെൻഡ് ചെയ്തത് എന്താണോ അത്, നൗൺ ക്ലോസ് ആണത്. ഞാൻ റെക്കമെൻഡ് ചെയ്തത് എന്താണോ അത്. അപ്പൊ അവിടെ ക്ലോസ് വന്നു, നൗൺ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ അതെന്തായി? കോംപ്ലക്സ് ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് സെന്റൻസസ് ടു സിമ്പിൾ. ഇപ്പൊ ചെയ്തതിന്റെ നേരെ വിപരീതം. ഇത് നമ്മൾ ഏതാനും കോംപ്ലക്സുകളെ സിമ്പിൾ ആക്കുകയാണ്. വ്യത്യാസം അറിയാലോ? അപ്പൊ എ കോംപ്ലക്സ് സെന്റൻസ് ക്യാൻ ബി കൺവേർട്ടഡ് ടു എ സിമ്പിൾ സെന്റൻസ്. എങ്ങനെ ഒരു കോംപ്ലക്സിനെ സിമ്പിൾ ആക്കാം? ബൈ റെഡ്യൂസിങ് എ സബോർഡിനേറ്റ് ക്ലോസ് ടു ഫ്രേസ് ഓർ വേർഡ്. അതിലെ സബോർഡിനേറ്റ് ക്ലോസിനെ ഫ്രേസോ വേർഡോ ആക്കണം. മെയിൻ ക്ലോസിനെ അല്ല കേട്ടോ. അതായത് സെന്റൻസ് എന്ന് പറയുമ്പോൾ ഒരു മെയിൻ ക്ലോസ് വേണം, അപ്പോഴേ സിമ്പിൾ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? സബോർഡിനേറ്റിനെ പിടിച്ചിട്ട് എങ്ങോട്ട് മാറ്റുക? ഫ്രേസിലേക്കോ വേർഡിലേക്കോ മാറ്റുക. ഫോർ എക്സാമ്പിൾ നോക്കിയാലോ? എക്സാമ്പിൾ നോക്കൂ. ഷീ സെഡ് ദാറ്റ് ഹെർ ഗ്രാൻഡ് മദർ വാസ് എ റൈറ്റസ് വുമൺ. അവളുടെ ഗ്രാൻഡ്മ ഒരു റൈറ്റസ് വുമൺ ആണെന്ന് അവൾ പറഞ്ഞു. ഷീ സെഡ് ദാറ്റ്. ദാറ്റ് വെച്ചാൽ നമുക്കറിയാം എന്താണ്? കോംപ്ലക്സ് ആണത്, അല്ലേ? അതായത് ദാറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് കോംപ്ലക്സ് ആണ് നമുക്കറിയാം. കാരണം അവിടെ വരുന്നത് എന്താണ്? നൗൺ ക്ലോസ് ആണ്. നമ്മൾ അതിനെ ഫ്രേസ് ആക്കി മാറ്റണം. ആ ദാറ്റൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് എങ്ങനെ പറയാം? ഷീ, നോക്കൂ, ഇവിടെ ഷീ സെഡ് അല്ലേ? അത് നമ്മളൊന്ന് മാറ്റിയിട്ട് ഷീ സ്റ്റേറ്റഡ്, അവൾ പ്രസ്താവിച്ചു. ഹെർ ഗ്രാൻഡ് മദേഴ്സ് റൈറ്റസ്നെസ്. ഇവിടെ ഗ്രാൻഡ് മദർ വാസ് എ റൈറ്റസ് വുമൺ. റൈറ്റസ് എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്, അതിനെ നാമത്തിലേക്ക് മാറ്റി കേട്ടോ. ഷീ സ്റ്റേറ്റഡ് ഹെർ ഗ്രാൻഡ് മദേഴ്സ് റൈറ്റസ്നെസ്. കേട്ടോ, ഇവിടെ ഗ്രാൻഡ് മദേഴ്സ് റൈറ്റസ്നെസ് എന്നുള്ളത് വെറും ഫ്രേസ് ആണ്. കേവലം 3 വാക്കുകൾ മാത്രമാണ്, ഫ്രേസ് ആയി മാറി കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു? നൗൺ ക്ലോസിനെ ഫ്രേസ് ആക്കി മാറ്റി, നൗൺ ഫ്രേസ് ആക്കിയിട്ട് മാറ്റി. അടുത്ത എക്സാമ്പിൾ നോക്കൂ. ദ ടീച്ചർ റിമാർക്ക്ഡ്. ടീച്ചർ സൂചിപ്പിച്ചു. എന്താ സൂചിപ്പിച്ചത്? ഹൗ സ്മാർട്ട് ദ ബോയ് വാസ്. ആ കുട്ടി എന്തുമാത്രം സ്മാർട്ടായിരുന്നു എന്ന്. ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം? കുട്ടി സ്മാർട്ടാണെന്ന് ടീച്ചർ പറഞ്ഞു എന്നാക്കണം, അല്ലേ? അപ്പൊ എങ്ങനെ വരിക? ദ ടീച്ചർ റിമാർക്ക്ഡ്. ടീച്ചർ സൂചിപ്പിച്ചു എന്തിനെ കുറിച്ച്? ഓൺ ദ ബോയ്സ് സ്മാർട്ട്നെസ്. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞെടുത്ത് അഡ്ജക്റ്റീവ് ആണ് സ്മാർട്ട് എന്നുള്ളത്, അത് നാമത്തേക്ക് മാറ്റി. കണ്ടോ? ദ ടീച്ചർ റിമാർക്ക്ഡ് ഓൺ. എന്തിനെ കുറിച്ചാണ് ടീച്ചർ അഭിപ്രായപ്പെട്ടത്? ദ ബോയ്സ് സ്മാർട്ട്നെസ്. ബോയിയുടെ സ്മാർട്ട്നെസ് അതെന്തായിട്ട് മാറി? ഫ്രേസ് ആയിട്ട് മാറി. ഇനി
സ്മോക്കിംഗ് ഈസ് സോ ഡേഞ്ചറസ് ദാറ്റ് ഇറ്റ് ക്യാൻ കോസ് ക്യാൻസർ. അതായത് സ്മോക്കിംഗ് വളരെ ഡേഞ്ചറസ് ആണ്, അതായത് അതിന് ക്യാൻസർ ഉണ്ടാക്കാൻ കഴിയും. ഇത് നമ്മൾ ചുരുക്കണം, ആ ദാറ്റിൽ ഒഴിവാക്കി ചുരുക്കണം. എങ്ങനെ ചുരുക്കുക? സ്മോക്കിംഗ് ഈസ് ഡേഞ്ചറസ് ഇനഫ് ടു കോസ് ക്യാൻസർ. ക്യാൻസർ ഉണ്ടാക്കാൻ മാത്രം ഗുരുതരമാണ്, അപകടകരമാണ് സ്മോക്കിംഗ്. അതുപോലെ തന്നെ അടുത്തത്, അന്ന ഈസ് ക്ലവർ ഗേൾ. അന്ന ഈസ് എ ക്ലവർ ഗേൾ ദാറ്റ് ഷീ വിൽ ഷുവർലി ഫൈൻഡ് എ സൊല്യൂഷൻ ടു അവർ പ്രോബ്ലം. നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രം ബുദ്ധിയുള്ളവളാണ് ആര്? കണ്ടോ, അന്ന ഈസ് എ ക്ലവർ ഗേൾ. അന്ന ക്ലവർ ഗേൾ ആണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അത് ചുരുക്കി എങ്ങനെ? നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും വിധം ബുദ്ധിമതിയാണ് അന്ന. ഉണ്ടോ? നോക്കൂ, ഇതിനകത്ത് എങ്ങനെ പറഞ്ഞത്? നോക്കൂ, വേറെ രീതിയിലാണ് പറഞ്ഞത്. ബീങ് എ ക്ലവർ ഗേൾ ആ രീതിയിലേക്ക് മാറ്റി. ഏതിനെ? അന്ന ഈസ് എ ക്ലവർ ഗേൾ എന്നുള്ളതിന്. ബീങ് എ ക്ലവർ ഗേൾ, ബുദ്ധിമതിയായ പെൺകുട്ടി ആയതുകൊണ്ട് അന്ന വിൽ ഷുവർലി ഫൈൻഡ് എ സൊല്യൂഷൻ ടു അവർ പ്രോബ്ലം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് അവളൊരു പരിഹാരം കാണും. അടുത്തത്, ദ ഫാർമർ ഫൗണ്ട് എ ലാൻഡ് വിച്ച് വാസ് വെരി ബാരൻ. തരിശുഭൂമിയായ ഒരു സ്ഥലം ഫാർമർ കണ്ടെത്തി. ഇവിടെയും തന്നെ എന്താണ്? വിച്ച് റിലേറ്റീവ് പ്രോനൗൺ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ ഒഴിവാക്കണം. വിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വിച്ചും ദാറ്റൊക്കെ ഒഴിവാക്കണം. എന്നിട്ട് ആ ഭാഗം ജസ്റ്റ് ഫ്രേസ് ആക്കിയിട്ട് കൂട്ടണം. എങ്ങനെ ചെയ്തു നോക്കൂ. ദ ഫാർമർ ഫൗണ്ട് എ ബാരൻ ലാൻഡ്. ഉണ്ടോ? ദ ഫാർമർ ഫൗണ്ട് എ ലാൻഡ് വിച്ച് വാസ് വെരി ബാരൻ എന്നുള്ളതൊക്കെ മാറ്റി. കാരണം വിച്ച് വാസ് പറയുമ്പോൾ അതെന്താണ്? ക്ലോസ് ആണ്. ആ ക്ലോസിനെ വെറും വേർഡാക്കി മാറ്റി. കണ്ടോ? ദ ഫാർമർ ഫൗണ്ട് എ ബാരൻ ലാൻഡ്, അതൊരു ഫ്രേസ് ആണ്. കാരണം ലാൻഡിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അഡ്ജക്റ്റീവും ആർട്ടിക്കിളും വന്നുകൊണ്ട്. ഇനി അടുത്തത് നോക്കൂ. ഓൾദോ ഷീ വാസ് എഡ്യൂക്കേറ്റഡ്, അവൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, സബോർഡിനേറ്റ് ക്ലോസ്, ഷീ കുഡിന്റ് ഫൈൻഡ് എ ജോബ് ഫോർ ഹെർസെൽഫ്, അവൾക്കൊരു സ്വയം ജോലി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവിടെ ആൾദോ വരുന്ന സെന്റൻസിനെ നമ്മൾ മാറ്റിയിട്ട് ഫ്രേസ് ആക്കി മാറ്റണം. അപ്പൊ എങ്ങനെ മാറ്റുക? ആൾദോനെ മാറ്റാനുള്ള ട്രിക്കാണ് എന്ത്? ഇൻസ്പൈറ്റ് ചേർക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഷീ വാസ് എഡ്യൂക്കേറ്റഡ് എന്നുള്ളത് നമ്മൾ മാറ്റണം. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് എഡ്യൂക്കേറ്റഡ്. ഉണ്ടോ? ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് എഡ്യൂക്കേറ്റഡ്, എഡ്യൂക്കേറ്റഡ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, ഷീ കുഡിന്റ് ഫൈൻഡ് എ ജോബ് ഫോർ ഹെർസെൽഫ്, സ്വന്തമായിട്ട് ഒരു ജോലി കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓരോ മോഡലും അതിനെ മാറ്റുന്നതും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. എന്നാലാണ് ഇതേ എക്സാമ്പിൾ തരും നമ്മളോട് മാറ്റാൻ പറഞ്ഞിട്ട്. അപ്പോഴേ നമുക്കത് മാറ്റാനുള്ള ഐഡിയ നമ്മുടെ മനസ്സിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ആ ഒരു സെന്റൻസ് നോക്കുക, സ്വന്തമായിട്ട് എന്ത് ചെയ്യുക? എങ്ങനെയാണ് അത് മാറ്റേണ്ട രീതി അത് മനസ്സിലേക്ക് ഓർക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും അവസാനം വരെ ക്ലാസ് ഒന്ന് കാണുക, എന്ത് ചെയ്യുക? കാര്യങ്ങൾ മനസ്സിലാക്കുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.